മലബാർ ടൂറിസം സാധ്യതകൾ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് റാവിസ് കടവിൽ സംഘടിപ്പിച്ച ബിസിനസ് ടു ബിസിനസ് മീറ്റ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്ക് ഇന്ധനമാകണം മലബാർ ടൂറിസം എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മലബാറിനെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് B2B മീറ്റ് സംഘടിപ്പിച്ചത്. വാസുദേവൻ നായരുടെയും മൻമോഹൻ സിംഗിന്റെയും നിര്യാണത്തെ തുടർന്നാണ് ബേപ്പൂർ ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കാനിരുന്ന ടൂറിസം മേഖലയിലെ വ്യവസായ സംരംഭകരുടെ കൂടിക്കാഴ്ച മാറ്റിവെച്ചത്. കോഴിക്കോട് സംഘടിപ്പിച്ച B2B ബിസിനസ് മീറ്റ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മലബാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് 2021 6% മാത്രമായിരുന്നുവെന്നും ഇതിൽ നിന്നും വൻ വർധനയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. കേരള ടൂറിസത്തിന്റെ കുതിപ്പിനുള്ള പ്രധാന ഇന്ധനമായി മാറിയത് മലബാറിന്റെ ടൂറിസം വികസനമായിരുന്നെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളം ടൂറിസം മേഖലയിൽ മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടല്ല, കേരളം ടൂറിസം മേഖലയിൽ മത്സരിക്കുന്നത് രാജ്യങ്ങളുമായിട്ടാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ടൂറിസം മേഖലയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമാണ് ഇന്ന് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. PWD റെസ്റ്റ് ഹൌസുകൾ സഞ്ചാരികൾക്കായി തുറന്നതോടെ ചെറിയ തുക ചെലവിൽ താമസ സൗകര്യങ്ങൾ ഒരുങ്ങി. മലബാറിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം ഇതോടെ വർദ്ധിക്കുകയായിരുന്നു. 2021 23 കോടി രൂപയാണ് സംസ്ഥാനത്തിന് അധിക വരുമാനമായി ടൂറിസം മേഖലയിൽ നിന്ന് ലഭിച്ചത്. 2021 നവംബർ 1 ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച് 2025 ജനുവരി മാസം 19 നമ്മളിവിടെ ഒത്തുകൂടുമ്പോൾ സംസ്ഥാനത്ത് PWD റെസ്റ്റ് ഹൌസുകളിൽ ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ ലഭിച്ച അധിക വരുമാനം 23 കോടി രൂപയാണ് എന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് മുതൽ അതിപുരാതന ചരിത്ര പാരമ്പര്യമുള്ള ബേപ്പൂർ തുറമുഖം വരെ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സമർപ്പിച്ച ടൂറിസം പദ്ധതിയുടെ വിപുലമായ രൂപരേഖ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായും മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.